ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ക്രോംപ്റ്റൻ്റെ BLDC ഫാനാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് വളരെ ഡിസൈനിങ്ങിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. അതായത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് വളരെ കുറവാണ്. അതായത് സാധാരണ ഫാനിനെ അപേക്ഷിച്ച് BLDC ഫാനിന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. റേറ്റ് വരുന്നത് MRP നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിൻ്റെ വരുന്നത് 90 to 300 വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ MRP വരുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. അതിൻ്റെ MRP കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ വോൾട്ടേജ് റേറ്റിങ്ങും പറയുന്നുണ്ട്. കറക്റ്റായിട്ട് 90 വോൾട്ടേജ് തൊട്ട് 300 വോൾട്ടേജ് വരെ നമുക്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അതായത് നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന റെഗുലേറ്റർ യൂസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. റെഗുലേറ്റർ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് റെഗുലേറ്റർ കട്ട് ചെയ്യാം. ഫാനിൻ്റെ റെഗുലേറ്റർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ റിമോട്ടിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ 5 വർഷം വാറണ്ടി ഉള്ളതാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് ഓഫ് വ്യൂ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് 5 വർഷം വാറണ്ടി ഫുൾ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അത്രയും പെർഫെക്ഷൻസ് ആണ് അവർ ഈ കമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത്, ഫാനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫാനാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ലീഫൊക്കെ വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലോക്കിംഗ് സിസ്റ്റമൊക്കെ വളരെ ലീഫ് കണ്ടോ, അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ BLDCയുടെ മോട്ടർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സർക്യൂട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് AC നമ്മൾ കൊടുത്തതിന് ശേഷം DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മോഡുകളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഫാൻ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള മോഡലാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ട് സിസ്റ്റം നമുക്ക് 1, 2, 3 അങ്ങനെ 5 പൊസിഷൻ വരെ, 5 സ്പീഡ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഇത് കാണിക്കുന്നത് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഓൺ ഓഫ് ബട്ടൺ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ക്രോംപ്റ്റൻ്റെ ഈ സെയിം ഫാനിൻ്റെ ഈ ക്രോംപ്റ്റൻ്റെ വരുന്ന ഈ ഫാനിന് മാത്രം സെപ്പറേറ്റ് റിമോട്ടുകളാണ്. അതായത് ഈ ഫാൻ ഉപയോഗിച്ചിട്ട് ഒരു റിമോട്ട് ഉപയോഗിക്കുക, അല്ലാതെ വേറൊരു ഫാൻ ഇതേ ഫാൻ തന്നെ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്താൽ ഈ റിമോട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സെപ്പറേറ്റ് തന്നെ എല്ലാ ഫാനിനും സെപ്പറേറ്റ് റിമോട്ടുകൾ നമ്മൾ യൂസ് ചെയ്യണം. അതിൻ്റെ സീരിയൽ നമ്പർ അതുമാതിരിയാണ് അത് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. അതായത് ഫാൻ ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം വളരെ നല്ല മോഡലിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട്സ് വളരെ കുറവാണ്. BLDC ആയതുകൊണ്ട് നിസ്സാരം വാട്ട്സേ വരുന്നുള്ളൂ. ഏകദേശം 28 വാട്ട്സ് മാത്രമേ വരുന്നുള്ളൂ. സാധാരണ നോർമൽ ഫാൻ എന്ന് വെച്ചാൽ 65 വാട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം 60% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പഴയ ഫാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പഴയ ഫാൻ ഒരെണ്ണം ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ 2 ഫാൻ, അതായത് ഈ ഫാൻ 2 നമുക്ക് യൂസ് ചെയ്യാം. സെയിം അതേ രീതിയിൽ തന്നെ കറണ്ട് ആശി വരുന്ന രീതിയിൽ. അതായത് ഇരട്ടിയാണ് പഴയ ഫാനിന് വരുന്നത്, ഇരട്ടിയാണ്. ഇത് 60% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ കറണ്ട് ബില്ല് മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി അറിയാൻ പറ്റും കേട്ടോ. അതിൻ്റെ ലീഫിൻ്റെ കട്ടിങ്ങിൻ്റെ സിസ്റ്റം തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് അതായത് നമുക്ക് കാറ്റ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ തന്നെ എയർ കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ലീഫ് കാര്യങ്ങളൊക്കെ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അതിൻ്റെ എയർ കട്ടിങ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫാനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫാനിൻ്റെ ലീഫ് വളരെ വ്യത്യാസമുണ്ട്. അത്രയും ഹാർഡ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ലോക്കിംഗ് സിസ്റ്റം പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ്, അതൊരു ഗോൾഡൻ്റെ പോലുന്ന ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് കൂടി കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.